ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെറും 20 രൂപയ്ക്ക് ഒരു സർബത്ത് കുടിക്കുന്ന 20 രൂപയ്ക്ക് നമുക്ക് നിലമ്പൂർ പോകാം. കാലത്ത് 9 മണിക്ക് ഷൊർണൂർ നിന്നും നിലമ്പൂർ വരെ പോകുന്ന വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരൻ ബാബു ആണ് ഈ യാത്രയിൽ എന്നോടൊപ്പം ചേരുന്നത്. ഒട്ടും തിരക്കില്ലാത്ത അല്ലെങ്കിൽ കിടന്നു പോകാൻ കഴിയുന്ന ഈ വണ്ടിയിൽ ഞാനും ബാബുവും കയറി പറ്റിയിട്ടുണ്ട്. 1.25 മണിക്കൂർ പുറം കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് വളരെ സുഖമായിട്ട് നിലമ്പൂർ എത്തിച്ചേരാം. കൊയ്തൊഴിഞ്ഞ പാടത്തിനുമുണ്ടൊരു സൗന്ദര്യം, ഒരു സംതൃപ്തി ആ പാടത്ത് നോക്കിയാൽ കാണാം. വിളവെടുപ്പ് കഴിഞ്ഞതിൻ്റെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് ആ പാടത്ത് നോക്കിയാൽ നമുക്ക് കാണാം. ഇവിടെ ഇഷ്ടംപോലെ മയിലുകളെ കണ്ടു കേട്ടോ. മയിലുകളുടെ ഉറക്കെയുള്ള നിലവിളിയും കേൾക്കാം. ദേ ഒരു ആൺമയിൽ പോണ്, കണ്ട 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 കണ്ട. ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റേഷനിലെത്തി. ഫസ്റ്റ് സ്റ്റേഷൻ വല്ലപ്പുഴ. രണ്ടാമത്തെ സ്റ്റേഷൻ കുലുക്കല്ലൂർ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു റൂട്ടിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ. വളരെ ശാന്തമായിട്ടുള്ളൊരു യാത്ര, ഒരു തിരക്കും ഇല്ലാതെ 4-5 പേര് കയറുന്നു, 2-3 പേര് ഇറങ്ങുന്നു എന്ന് പറയുന്ന പോലെയുള്ളൊരു യാത്ര, വളരെ ശാന്തമായിട്ടുള്ളൊരു യാത്ര. ഇനി നമ്മൾ പതുക്കെ ചെറുകരയിലേക്ക് എത്തുകയാണ്. ചെറുകര സ്റ്റേഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങാടിപ്പുറമായി. പിന്നെ പട്ടിക്കാട്. ഈ തൃശ്ശൂരുണ്ട് കേട്ടൊരു പട്ടിക്കാട്. ഇത് ഇവിടുത്തെ പട്ടിക്കാട്, മലപ്പുറത്തുള്ള പട്ടിക്കാട്. ഇവിടെ 2 സൈഡിലും ഇഷ്ടം പോലെ കവുങ്ങിൻ്റെ തോട്ടമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് ഞാൻ അടുത്ത ശ്രമം നടത്തിയത്. അതൊന്ന് ക്യാമറയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്, എവിടെയാണ് കവുങ്ങിൻ തോട്ടം എന്നുള്ളത്. അങ്ങനെ നമ്മൾ നോക്കി ഇതേ മേലാറ്റൂർ എത്തിയിട്ടാ. മേലാറ്റൂർ കപ്പലണ്ടി വിൽക്കണ ചേട്ടൻ തൂര് ഇറങ്ങണം കേട്ടോ. തൂര് സ്റ്റേഷൻ എത്തിയപ്പോൾ. ഈ തൂര് സ്റ്റേഷൻ കൊള്ളാമല്ല, നല്ല രസമുണ്ട് ഇല്ല കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ടല്ലേ. വെറും 20 രൂപ കൊടുത്തിട്ട് ഇത്രയൊക്കെ കാഴ്ച കണ്ടാൽ പോരെ മച്ചാ. ഞാനിങ്ങനെ കവുങ്ങിൻ തോട്ടം കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും അത് പെട്ടെന്ന് മറഞ്ഞു പോകും. അങ്ങനെ ഇത് പിടിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും കരുതിയിട്ട് ഞാനിങ്ങനെ നടക്കുന്നുണ്ടാ. ഇവിടെയൊക്കെ കവുങ്ങിൻ തോട്ടം ഉണ്ട്, പക്ഷേ ഇതെനിക്ക് അത്ര തൃപ്തി നൽകണില്ല. അത് വിഷ്വൽസ് അത്ര നന്നായിട്ട് ക്ലിയറായിട്ട് കിട്ടിയില്ല. അതിൻ്റെ ഒരുപാട് തടസ്സമുണ്ട് അതിൻ്റെ മുന്നിൽ. ഇപ്പോൾ നമ്മൾ വണ്ടി നിർത്താൻ പോകുന്നത് തൊടിയപ്പുലം എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലാണ്. തൊടിയപ്പുലം, പേരൊക്കെ കേട്ട് പഠിച്ചോട്ടാ. തൊടിയപ്പുലം ബെസ്റ്റ് പേരല്ലേ. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് 43 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർ വന്നത് പ്രൈവറ്റ് ബസ്സിൽ. പിന്നെ 20 രൂപ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് 60 രൂപ. നിസാര ചിലവുള്ളോട്ടോ എവിടേക്ക് വന്ന് പോകാനായിട്ട്. ഇനി നിലമ്പൂർ ചെന്നാലോ കാണാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ അടുത്തടുത്തുള്ള വീഡിയോകളിൽ ഞാൻ കാണിക്കാട്ടാ. അപ്പോൾ നമ്മൾ തൊടിയപ്പുലം വിട്ടു പോകുകയാണ് അടുത്ത സ്റ്റേഷനിലേക്ക്. ഗഡീസ് ഇവിടെ ഇഷ്ടം പോലെ കവുങ്ങ് മരങ്ങളുണ്ട് കേട്ടോ. അടക്കാ മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. തെങ്ങും കാണാനുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കണ്ടോളൂ ഇഷ്ടം പോലെ കവുങ്ങിൻ്റെ വലിയ വലിയ തോട്ടങ്ങൾ ഇങ്ങനെ കാണാം നമുക്കിവിടെ.
ഇതാണ് വാണിയമ്പലം സ്റ്റേഷൻ. ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് തിരക്കെന്ന് പറയാം. ഇവിടെ തിരക്കുന്ന കുറച്ച് അധികം പേര് കയറാനുണ്ട് ഇറങ്ങാനുണ്ട്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, ഒരു മലമുകളിൽ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ. വണ്ടി എടുക്കുമ്പോൾ നമുക്ക് കാണാം കേട്ടോ, ആ ഒരു കുന്ന്, ഒരു മല കാണാം, കണ്ടില്ലേ? അത് തന്നെയാണ്, അതിൻ്റെ മേലെയാണ് അമ്പലം ഉള്ളത്. ഇവിടെ ട്രെയിൻ പിടിച്ചിടുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഒരു ട്രാക്ക് അങ്ങോട്ട്, ഒരു ട്രാക്ക് ഇങ്ങോട്ട്. വേറെ ട്രെയിൻ കടന്നു പോകാനോ വരാനൊന്നും ഇല്ല. അതുകൊണ്ട് നല്ല സ്പീഡിൽ തന്നെ പോയിക്കോളും. സ്റ്റോപ്പിൽ നിർത്തുന്നു, സ്പീഡിൽ പോകുന്നു. നിങ്ങളിൽ ആരെങ്കിലും പച്ചപ്പരവതാനി, പ്രകൃതി വിരിക്കുന്ന പച്ചപ്പരവതാനി, ഗ്രീൻ കാർപ്പറ്റ്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. ഇതാണ് അത്. അങ്ങനെ ഞാൻ നോക്കിയിരുന്ന കവുങ്ങും തോട്ടം കിട്ടി. കണ്ട എന്താ രസം, സൂപ്പർ, നല്ല രസമുണ്ട് കാണാൻ അല്ലേ. അയ്യോ രക്ഷയില്ല കേട്ടോ, നല്ല ഭംഗി. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ നിലമ്പൂർ റോഡ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ എത്തി. നല്ല ഭംഗിയുള്ള സ്റ്റേഷൻ. പക്ഷേ എനിക്ക് എന്തോ ഒരു വിഷമം പോലെ യാത്ര കഴിഞ്ഞപ്പോഴേ, ഇവിടെ എത്തിയപ്പോൾ യാത്ര കഴിഞ്ഞല്ലോ എന്നൊരു വിഷമം. എന്തായാലും അടുത്ത മഴക്കാലത്ത് 20 രൂപ മുടക്കി ഒരു പ്രാവശ്യം കൂടി വരണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രെയിനിൻ്റെ ടൈം ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. അതുവരെ ബൈ ബൈ, നിങ്ങളുടെ ജോബ്സ് വ്ളോഗ്.